ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2022 നമ്മളുടെ അഞ്ചാമത്തെ ചാപ്റ്റർ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. 2022 ചോദിച്ച ഫസ്റ്റത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടാൻ എക്സ് ഇഫ് എക്സ് ഈക്വൽ ടു 30 ഡിഗ്രി? എക്സ് 30 ഡിഗ്രി ആയാൽ ടാൻ എക്സിൻ്റെ വിലകൾ കണക്കാക്കുക. ഓക്കെ, നമുക്ക് 30 ഡിഗ്രി വരുന്ന ഒരു ട്രയാങ്കിൾ ഏതാ? 30, 60, 90 വരുന്ന ട്രയാങ്കിൾ ആണ്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് 1 ആണ്, 60ക്ക് ഓപ്പോസിറ്റ് √3 ആണ്, 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. അപ്പോൾ 30 വന്നു കഴിഞ്ഞാൽ എന്താ ടാനിൻ്റെ ഇക്വേഷൻ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, എതിർവശം ബൈ സമീപവശം. 30ൻ്റെ ഓപ്പോസിറ്റ് ആരാ? 1 ആണ്. 30ൻ്റെ സമീപവശത്ത് ആരാ? √3 ആണ്. സോ 1/√3. അപ്പോൾ ടാൻ 30 എത്രയാണ്? 1/√3 വരും. ദെൻ അടുത്ത് വരുന്നത്, എ ലാഡർ ലീൻസ് എഗെയിൻസ്റ്റ് എ വാൾ. ദ ലാഡർ മേക്ക് ആൻ angle 60 degree with the floor. The length of the ladder is 6 meter. ഒരു ഏണി ചുമരിനോട് ചാരി വെച്ചിരിക്കുന്നു. ഏണി തറയുമായി 60 ഡിഗ്രി കോണുണ്ടാക്കുന്നു. ഏണിയുടെ നീളം 6 മീറ്റർ ആയാൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്? തറയിൽ നിന്നും ഏണിയുടെ മുകൾ ഭാഗത്തേക്കുള്ള ഉയരം കാണുക. ഹൗ ഫാർ ദ ഫുട്ട് ഓഫ് ദ ലാഡർ ഫ്രം ദ വോൾ? ചുമരിൽ നിന്നും എത്ര അകലെയാണ് ഏണിയുടെ അടിഭാഗം? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഏണിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ 8 വന്നുകൊണ്ട് കാണുന്നില്ല. ഏണിയുടെ നീളം എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഇവിടെ 60, 90. അപ്പോൾ നമ്മളുടെ ട്രയാങ്കിൾ ഏതൊക്കെയായിരിക്കും? 30, 60, 90 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ മുകളിൽ 30 ആണ് ഇനി വരിക. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ 3 കോണ് കൂട്ടുമ്പോൾ 180 എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. 1:√3:2 എന്നാണ് വരിക. അതിൽ നോക്കി 90ക്ക് ഓപ്പോസിറ്റ് 6 ആണ്, അഥവാ 2ൻ്റെ സ്ഥാനത്ത് 6 ആണ്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എത്രയാ? 3 ആണ്. √3യുടെ സ്ഥാനത്ത് എത്രയാ? 3√3. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചു നോക്കിയാൽ ആദ്യം ഗ്രൗണ്ടിൽ നിന്നും എത്ര ഭാഗത്താണ് ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ എന്ന് പറയുന്നത്? അത് നോക്കിയേ, 60ക്ക് ഓപ്പോസിറ്റ് ആണ് കിടക്കുന്നത്. ലാഡറിൻ്റെ ഹൈറ്റ് കിടക്കുന്നത് 60ക്ക് ഓപ്പോസിറ്റ് പറയുന്നത് √3ക്ക് ഓപ്പോസിറ്റ്. അത് എത്രയാ? 3√3. ഇനി മറ്റത് തറയിൽ നിന്നും എത്ര അകലത്തിലെന്നാണ്? അത് 30ന് ഓപ്പോസിറ്റ് അല്ലേ കിടക്കുന്നത്. 30ന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ഥാനത്ത്. അത് എത്രയാ? 3. ഇവിടെ ഇവിടെ 6 ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ. 6 എന്ന് പറയുന്നത് ലാഡറിൻ്റെ ഹൈറ്റ് ആണ് കേട്ടോ. 6 അല്ല, ഇവിടെ 3. 30ക്ക് ഓപ്പോസിറ്റ് ആണ്. ലാഡറിൻ്റെ ഫൂട്ടാണ്. ഫൂട്ട് ഓഫ് ദ ലാഡർ ഫ്രം ദ വോൾ. ഫൂട്ട് ഓഫ് ദ ലാഡർ ഫ്രം ദ വോൾ, അത് ഇതാണ്. 30ക്ക് ഓപ്പോസിറ്റ് അത് 3. ഓക്കെ, ഇവിടെ 3 വരും, ഇവിടെ 3√3 വരും. ഓക്കെ, അപ്പോൾ ഏണിയുടെ ഉയരം, ഏണിയുടെ ടോപ്പ് 3√3 ഹൈറ്റിലും ഏണിയുടെ അടിഭാഗം 3 മീറ്റർ ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. ഏണിയുടെ ഹൈറ്റ് ആണ് 6 കേട്ടോ. ഏണിയുടെ നീളമാണ് 6. അടുത്ത്, 2 sides of a parallelogram are 20 centimeter and 10 centimeter. If the angle between them is 40 degree. ഈ 10 ഇവിടുത്തെ ചിത്രത്തിലുള്ള 10 ആണ് കേട്ടോ. ചിത്രത്തിൽ AC വൃത്തത്തിന്റെ മലയാളം മാറിപ്പോയിക്കണല്ലേ. ഈ മലയാളം നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം കേട്ടോ. തോന്നുന്ന അടുത്ത ക്വസ്റ്റ്യൻ്റെ മലയാളമാണ്. ഓക്കെ, ഓക്കെ, ചിത്രത്തിൽ ഇതിൻ്റെ മലയാളം പറഞ്ഞുതരാം. ചിത്രത്തിൽ ഒരു സാമാന്ത്രികത്തിൻ്റെ 2 വശങ്ങളുടെ നീളം ഒന്ന് 20 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. ഒരു സാമാന്ത്രികത്തിൻ്റെ 2 വശങ്ങളുടെ നീളം 20 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. ഈ വശങ്ങൾക്കിടയിലുള്ള കോണ് 40 ഡിഗ്രിയുമാണ്. വശങ്ങൾക്കിടയിലുള്ള കോണ് 40 ഡിഗ്രിയുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പാരലോഗ്രാം? സാമാന്ത്രികത്തിൻ്റെ ഉയരം കണക്കാക്കുക. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ പാരലോഗ്രാം. സാമാന്ത്രികത്തിൻ്റെ പരപ്പളവ് കാണുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഹൈറ്റ് കാണണം. ഹൈറ്റ് കാണാൻ നോക്കിയേ, 40ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണണം, ഹൈപ്പോട്ടനസ് തന്നിക്കണം. ഓപ്പോസിറ്റ് കാണണം, ഹൈപ്പോട്ടനസ് തന്നിക്കണം. അപ്പോൾ sin 40 = h/10. sin 40ൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.64. ഓക്കെ, അപ്പോൾ 0.64 = h/10. ഈ 10നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ 0.64 × 10 വരും. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ പോയിന്റ് ഒരു നമ്പർ ഇപ്പുറത്തോട്ട് മാറും. ദാറ്റ് ഈസ് 6.4.
അപ്പോൾ ഹൈറ്റ് കിട്ടിയ എത്രയാ 6.4. ഇനി ഏരിയ കാണണം. എന്താ സാമാന്ത്രികത്തിൻ്റെ ഏരിയ? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് 20 ആണ് അല്ലേ? അപ്പോൾ 64 × 2 ചെയ്താൽ മതി. ഇവിടെ ചെയ്യുന്നുണ്ട്. 64 × 2 28 ചെയ്യേണ്ടത്. അപ്പോൾ 2 ചെയ്യുക. 1 4 4 24 8 1 6 6 12 20ൻ്റെ 0 അത് ഇവിടെ ഇട്ട് കൊടുക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറാണ്. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 128 എന്ന് വരും. ഓക്കെ, അപ്പോൾ പാരലോഗ്രാമിൻ്റെ ഏരിയ എത്രയാണ്? 128 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, കണ്ടോ ഈ മലയാളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിക്കണം കേട്ടോ, സോറി. Okay, in the figure AC is the diameter of the circle. Given that AC equal to 20 centimeter, angle BAC equal to 60 degree and angle ACD equal to 45 degree. ഒരു സാമാന്ത്രികത്തിനാട്ടോ. ഇത് മറ്റേ ക്വസ്റ്റ്യൻ്റെ മലയാളമാണ്. ഓക്കെ, ഇൻ ദ ഫിഗർ ചിത്രത്തിൽ AC വൃത്തത്തിൻ്റെ വ്യാസവും AC 20 സെൻറ്റിമീറ്ററും കോൺ BAC 60 ഡിഗ്രി കോൺ ACD 45 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ADC? ആംഗിൾ ADCയുടെ അളവ് എത്രയാണ്? ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD. ചതുർഭുജത്തിന്റെ ചുറ്റളവ് കാണുക. ABCD എന്ന ചതുർഭുജത്തിന്റെ ചുറ്റളവ് കാണുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം വാട്ട് ഈസ് ദ മെഷർ ഓഫ് ADC എന്നാണ്. AC വ്യാസമാണെങ്കിൽ വ്യാസത്തിന്റെ രണ്ടറ്റത്തു നിന്നല്ലേ ഡിയിലേക്കുള്ള വരകൾ പോകുന്നത്. അപ്പോൾ ആ കോണ് അർദ്ധവൃത്തത്തിലെ കോണല്ലേ? അർദ്ധവൃത്തത്തിലെ കോണ് 90 ഡിഗ്രിയാണ്. സോ ADC ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി പെരിമീറ്റർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ, ഈ ചതുർഭുജത്തിന്റെ പെരിമീറ്റർ കാണണം നമുക്ക്. അതിനാദ്യം ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു. ഈ സൈഡുകൾ ഓരോന്ന് കാണണമെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. ADC എന്നൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. എന്തുകൊണ്ടാണ് മക്കളെ ADC ഐസോസിലസ് ആയത് ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഇവിടെ 45 ആണ്, ഇത് 90 ആണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 45 ആയിരിക്കും. ചിത്രം കാണുമ്പോൾ നമുക്ക് തോന്നൂലെങ്കിലും നമ്മളുടെ ചിത്രത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ADC ഐസോസിലസ് ആണ്, സമപാർശ്വമാണ്. എങ്ങനെ മനസ്സിലായില്ലേ? സമപാർശ്വത എങ്ങനെ മനസ്സിലായില്ലേ? ഇത് 90 ആണെന്ന് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ കിട്ടി. ഇവിടെ 45 തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എത്രയാണ്? 45. അപ്പോൾ A എന്ന് പറയുന്നത് ഇവിടെ 45 വരും. അപ്പോൾ 45 90 ഐസോസിലസ് ആയില്ലേ? ഓക്കെ, 1:1:√2 എന്ന് വരും. അതിൽ 90ൻ്റെ ഓപ്പോസിറ്റ് 20 ആണ്, അഥവാ √2ൻ്റെ സ്ഥാനത്ത് 20 ആണ്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 20/√2 ആയിരിക്കും. ഈ 20/√2 20/√2 വരും. √2ൻ്റെ സ്ഥാനത്ത് 20 ആണ്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 20/√2 വരും. ഇത് 2 വട്ടം എഴുതിയില്ലേ? ഒരു വട്ടം മതി. √2ൻ്റെ സ്ഥാനത്ത് 20 ആണ്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 20/√2 വരും. ഈ 20നെ നമുക്ക് 10 × 2 എന്നാക്കാം. ഡിനോമിനേറ്ററിലെ √2 കളയാനാണ് കേട്ടോ. 10 × 2 എന്നാക്കാം. ഇനി 2നെ നമുക്ക് എന്ത് ചെയ്താം? √2 × √2 എന്ന് എഴുതാം. അപ്പോൾ താഴ്ന്നും മേലെന്നും ഓരോ √2 കട്ടാവും. അപ്പോൾ 10√2. അപ്പോൾ ADയും DCയും 10√2 എന്ന് കിട്ടും. ഓക്കെ, ADയും DC എന്തായി? 10√2 ആയി. ഇനി നമുക്ക് അടുത്ത ത്രികോണം ABC എടുക്കാം. അതിൽ വരുന്നത് നോക്കിയേ, ഇവിടെ 60 തന്നിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ 90 ആണ് വരിക. കാരണം എന്താ? ഇതും ACയുടെ രണ്ടറ്റത്തു നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 30 വരും. അപ്പോൾ 30 60 90 വന്നു കഴിഞ്ഞാൽ എത്രയാണ്? 1:√3:2. അതിൽ 2ൻ്റെ ഓപ്പോസിറ്റ് ആണ് 20. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എത്രയാ? 10 ആണ്. √3യുടെ സ്ഥാനത്ത് എത്രയാ? 10√3 ആണ്. ഇനി നമുക്ക് പെരിമീറ്റർ കാണാം. ഓക്കെ, BC ആണ് 10√3, 60ൻ്റെ ഓപ്പോസിറ്റ്. ഇനി 30ൻ്റെ ഓപ്പോസിറ്റ് AB ആണ് 10. ഇനി നമുക്ക് പെരിമീറ്റർ കാണാം. എല്ലാ സൈഡും കൂട്ടണം. AB 10 ആണ്, BC 10√3 ആണ്, CDയും ഇത് എത്രയാ? അത് 10√2 ആണ്. അപ്പോൾ അതെങ്ങനെ വരും? ഇനി ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഒരു 10 കോമൺ, 10ഉം 10ഉം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടട്ടോ. 10√2 + 10√2 20√2 ആവും. 2√2 ഉണ്ട്. ഇതിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. 10നെ പുറത്തെടുത്തു, ഇവിടെ ഒരു 1 ഉണ്ടാവും. പിന്നെ √3 + √2 + √2 2√2 എന്ന് എഴുതാം. അതിനെ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ 10 × 1 + √3 + 2√2 സെൻറ്റിമീറ്റർ. ഇതാണ് ഇതിൻ്റെ പെരിമീറ്റർ. √3 √2ൻ്റെ വാല്യൂ ഒന്നും നമ്മൾ കൊടുക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വർഷത്തിൽ ചോദിച്ചിട്ടുള്ളത്. ആ 2 ക്വസ്റ്റ്യൻ്റെ മലയാളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ examination. Do your level best. Okay, see you soon. Bye bye.